അതെങ്ങനെ സാധ്യമാവും? ഞാനൊരു മനുഷ്യജീവിയല്ലേ. പിന്നെ ബാലമാമ ശങ്കർ സാറിനെ പോയി കാണുന്നതുകൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല. ആ യാത്ര വേണ്ടെന്ന് വെക്കണ്ട, പോയിക്കോളൂ. അത്ഭുതമൊന്നും വേണ്ട. എനിക്ക് വേണ്ടിയല്ല പോണെന്ന് പറഞ്ഞത്. ഒരു കടം ബാക്കിയുള്ളത് തീർക്കാനാ. ശങ്കർ സാറിനോടുള്ള ഒരു ബാധ്യത. ബാധ്യതയോ? എന്ത് ബാധ്യതയാ മോനെ? പറയാം. ഇതാ. ഇതെന്താ 3 ലക്ഷം രൂപയുടെ ചെക്ക്? ശങ്കർ സാർ എനിക്ക് തന്ന സ്ത്രീധന തുക. ഞാൻ ചോദിച്ചു വാങ്ങിയ തുകയാണ്. ഇനി ഇത് ഞാൻ സൂക്ഷിക്കുന്ന മാന്യതയല്ല. ഇത് ബാലമാമ സുഹൃത്തിന് തിരിച്ചു കൊടുക്കണം. ഒരു കല്യാണമൊക്കെ നടക്കാൻ പോവല്ലേ, പണത്തിന് അത്യാവശ്യം വരും. ഒരു ധനികനെന്നല്ല ശങ്കർ സാറ്. ഇത് കിട്ടിയ സാറിന് വലിയൊരു ആശ്വാസമാവും. ഇത്രയും നാൾ കയ്യിൽ വെച്ചതിന്റെ പലിശ കൂടി കൊടുക്കണ്ട. അത് പിന്നാലെ ആവാം. ആദ്യം ഈ തുക കൊടുത്തേക്കൂ. എന്താ ബാലമാമ, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ? ഒരിക്കലും അല്ല കുഞ്ഞെ, നീ ചെയ്യുന്നതാണ് ശരി. ആരും ചെയ്യാത്ത ശരി. ഞാനിത് ശങ്കരന് കൊടുക്കാം. മോനെ, അപ്പോ നീ ബന്ധം ഒഴിഞ്ഞു കൊടുക്കാൻ? അല്ലാതെ എന്ത് ചെയ്യും അമ്മേ? എന്താ പ്രസാദ്, വീണ്ടും ഒറ്റപ്പെടലിന്റെ ഫീലിംഗിലാണോ? അതൊരു പുതിയ അനുഭവമല്ലല്ലോ. അന്ന് തിരിച്ചു പോയെങ്കിലും മനസ്സിൽ ഈ നേഴ്സിംഗ് ഹോമിന്റെ ട്രാജഡിയെ പറ്റിയുള്ള ചിന്തയായിരുന്നു. എനിക്ക് മനസ്സമാധാനം തന്നൊരു സ്ഥാപനം ഇപ്പോൾ ഒരു കുറ്റവാളിയെ പോലെ നിൽക്കുന്നില്ലെന്ന് ഓർക്കുമ്പോൾ ആകെ ഒരു അസ്വസ്ഥത. കേസിന്റെ ഡെവലപ്മെന്റ്സ് അറിയണം തോന്നി, അതാ വന്നത്. കേസ് ഒരു വല്ലാത്ത വഴിത്തിരിവിലേക്കാ പോകുന്നത്. എങ്ങനെ? പുതിയ കണ്ടെത്തലുകൾ, ഒട്ടും പ്രതീക്ഷിക്കാത്ത കണ്ടെത്തലുകൾ. അതെന്താ? ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഏട്ടനെയും സംശയിക്കുന്നുണ്ട്. റാമിനെയോ? അതെ. എന്താ പ്രസാദ് ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. അതിരിക്കട്ടെ, ഡോക്ടർക്ക് റാമിന് സംശയമുണ്ടോ? അത് അങ്ങനെ ചോദിച്ചാ ഞാൻ കൺഫ്യൂസ്ഡ്. കാരണം ഇതിനിടയ്ക്കൊരു സംഭവം ഉണ്ടായി. മരിച്ച രോഗികൾക്ക് കോമ്പൻസേഷൻ നൽകണമെന്ന് പറഞ്ഞ് ബന്ധുക്കളും പൗരസമിതിയും ചേർന്ന് ഒരു ബഹളത്തിനൊക്കെ വന്നു. 12 ലക്ഷം കൊടുക്കാമെന്ന് ഞാൻ വാക്കുകൊടുക്കുകയും ചെയ്തു. 12 ലക്ഷം കോമ്പൻസേഷനോ? എന്തിന്?
അതൊക്കെ വേണ്ടി വന്നു പ്രസാദ്. ചീഫ് ഡോക്ടർ ഞാനും കൂടി ശ്രമിച്ചിട്ട് 8 ലക്ഷം ഒപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. അവസാനം ഗതികെട്ട് ഞാൻ ഒരാളുടെ സഹായം ചോദിച്ചു, എന്റെ ഏട്ടന്റെ. എന്നിട്ട് പറ്റില്ലെന്ന് പറയുമെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഏട്ടൻ ചോദിച്ച 4 ലക്ഷവും തരാമെന്ന് സമ്മതിച്ചു. വസ്തു കൈമാറ്റം നടത്തിയിട്ട് പണം വാങ്ങാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അതൊന്നും കൂടാതെ തന്നെ ഏട്ടൻ സമ്മതിച്ചു. അതെന്തിനായിരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല ഡോക്ടർ. രാമന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഈ സ്വത്തുവകകൾ കൈക്കലാക്കി ഇവിടെ ബാർ ഹോട്ടൽ പണിയുക അല്ലേ? ഡോക്ടർ അതിന് വഴങ്ങില്ലെന്ന് ബോധ്യമായപ്പോ രാമന്റെ ചാണക്യ ബുദ്ധി പല കുറുക്കു വഴികൾ ആലോചിച്ചു കാണും. അതിലൊരെണ്ണം അയാൾ പ്രാവർത്തികമാക്കി. മുരുകൻ. അത് വിജയിച്ചു. ഇപ്പൊ ക്ലൈമാക്സിൽ രാമോഹനെ പോലീസ് സംശയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആ സംശയത്തിന് അടിസ്ഥാനമില്ലെന്ന് തെളിയിക്കാനും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള അയാളുടെ മറ്റൊരു ബുദ്ധിയാണ് ഈ പണം തന്ന് സഹായിക്കൽ. സോറി, ഇതൊക്കെ ഒരുപക്ഷെ എന്നെ മാത്രം സംശയമാവാം. ഇല്ല പ്രസാദ്, ഏട്ടനെ പറ്റി എന്റെ മനസ്സിലും സംശയമില്ലാതില്ല. എന്തായാലും ഞാനിപ്പോ ഒരു ഫൈനൽ തീരുമാനത്തിലെത്തിയിരിക്കുക. ഏട്ടൻ ഈ സ്ഥലം മുഴുവൻ എടുത്തോട്ടെ, നഴ്സിംഗ് ഹോം ഇടിച്ചു നിർത്തി ബാർ ഹോട്ടൽ പണിയിച്ചോട്ടെ. ഡോക്ടർ എന്ത് മണ്ടത്തരായി പറയുന്നത്? വേറെ നിവൃത്തിയില്ല പ്രസാദ്. സ്നേഹിച്ചവർ എന്നെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നു, കല്ലെറിയുന്നു. അവരുടെ മുമ്പിൽ ഞാൻ കൊലയാളിയാണ്. രോഗികളെ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാത്ത ബന്ധുക്കൾ പാഞ്ഞെത്തിയിരിക്കുന്നു എന്നെ വിചാരണ ചെയ്യാൻ. 3 രോഗികളെ ഞാൻ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊന്നു. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, സത്യം ഡോക്ടറുടെ ഭാഗത്താണല്ലോ. നമുക്കത് പോരെ? ഈ പരീക്ഷണ ഘട്ടങ്ങളൊക്കെ കടന്നു പോവും. ഇന്ന് ചെളിവാരി എറിയുന്നവർ അന്ന് പൂമാലയുമായി ഡോക്ടറെ അടുത്ത് വരും. അതുകൊണ്ട് എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ഈ നഴ്സിംഗ് ഹോം എന്നും ഇവിടെ ഉണ്ടാവണം. മറ്റാർക്കും ഇത് അടിയറ വെക്കരുത് ഡോക്ടർ, പ്ലീസ്. ഒരിക്കൽ കൂടി വരേണ്ടി വന്നു. വരേണ്ടി വന്നെന്നോ? എന്താ ബാലരാമ, പ്രശ്നങ്ങൾ പലതും ഉണ്ടാവാം, പരസ്പരം മുഖം കറുത്ത് സംസാരിച്ചിട്ടും ഉണ്ടാവാം. എന്ന് കരുതി നമ്മൾ തമ്മിലുള്ള ബന്ധം അറ്റുപോകേണ്ട കാര്യമില്ലല്ലോ. അറ്റുപോയ ബന്ധങ്ങളും ഉണ്ടല്ലോ. ഏത് ബന്ധം മുറിയണം, ഏത് നിലനിൽക്കണം ഒന്നും നിശ്ചയിക്കുന്നത് നമ്മളല്ല ശങ്കര, വിധിയാണ്. ഓ, അപ്പോ താനിനി ഈ പടി കടക്കില്ലെന്നാണോ? പറഞ്ഞില്ലേ, ഒന്നും മുൻകൂട്ടി പറയാൻ പറ്റുന്നില്ല. ആ, അത് പോട്ടെ. ഞാനിപ്പോ വന്നത് പ്രസാദിന് വേണ്ടിയാണ്. രണ്ടുപേർക്ക് ഉത്കണ്ഠ വേണ്ട. പുതിയ വിവാഹം നിശ്ചയിച്ചിരിക്കുമ്പോൾ പിന്നെയും പഴംപുരാണം പറഞ്ഞ് കയറി വരാൻ അത്ര ഔചിത്യമില്ലാത്തവനല്ലടൂ ഞാൻ. ബാലരാമ, താൻ ഇങ്ങനെയൊന്നും പറയരുത്. നമ്മൾ ആരും ആഗ്രഹിച്ചതല്ലല്ലോ നമ്മുടെ ജീവിതത്തിലുണ്ടായത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പരമാവധി ശ്രമിച്ചില്ലേ നമ്മൾ? എന്നിട്ടും തോറ്റില്ലേ? ആരെയും കുറ്റപ്പെടുത്തിയിട്ടും പ്രതിക്കൂട്ടിൽ കയറ്റിയിട്ടും ഒന്നും ഇനി ഒരു കാര്യവുമില്ല. പക്ഷേ എന്നെ ശത്രുവായിട്ട് മാത്രം താൻ കാണരുത്. ശത്രുവോ? താനോ? അതിനി ജന്മം എത്ര എടുത്താലും നിവൃത്തിയുണ്ടെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? പ്രായമേറി വരുന്ന കൊണ്ടാവാം. എനിക്കിപ്പോ ശത്രുവും മിത്രവും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ എന്ന് സംശയമായിരിക്കുന്നു. താൻ പറഞ്ഞതുപോലെ നമ്മൾ ആഗ്രഹിക്കാത്ത എന്തൊക്കെയോ സംഭവിച്ചു പോയി. അതൊടുവിൽ ഇവിടെ വരെ എത്തി. ഏത് ദുഃഖത്തിനും ഒരു ഘട്ടം വരെ ആയസുള്ളൂ. സുമിത്ര ഒരുപാട് ദുഃഖിച്ചു.
അത് ഇത്ര മതിയെന്ന് ദൈവം നിശ്ചയിച്ചു. അതുപോലെ തന്നെ പ്രസാദിന്റെ കാര്യവും. ചികിത്സയ്ക്ക് മുമ്പുള്ള പ്രസാദിൽ നിന്നും അവൻ ഒരുപാട് ദൂരം മുൻപോട്ട് പോയിരിക്കുന്നു. അവന് ദുഃഖമില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതവന് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്. കാര്യങ്ങൾ സമചിത്തതയോടെ കാണാനും കഴിയുന്നു. അതുകൊണ്ടാണ് അവൻ ഈ ചെക്കൻ്റെ കൈ തന്നയച്ചത്. ദാ. ചെക്കോ? ആ, എന്തിന്? സ്ത്രീധനം വാങ്ങിയാണ് അവൻ സുമിത്രയെ വിവാഹം ചെയ്തത്. അതിപ്പോ ഒരു കടമല്ലേ, അതവൻ തിരിച്ചു തരുന്നു. ഉം. ശരിയായ തീരുമാനം. എനിക്ക് എൻ്റെ അനന്തരവനോട് ബഹുമാനം തോന്നി. ദാ, കൈപ്പറ്റിയ സംഖ്യ മുഴുവനുമുണ്ട്. ബാലരാമ, താൻ എന്തായി പറയുന്നത്? ഞാൻ തന്നോടോ പ്രസാദിനോടോ പണം ചോദിച്ചോ? ഇല്ല, പക്ഷേ വാങ്ങിയ പണം തിരികെ കൊടുക്കുന്നതാണ് നാട്ടുമര്യാദ. താനിത് വാങ്ങിച്ചേ. മോളെ, മോള് വാങ്ങ. എന്നാ മോളെ, വിവാഹം അടുത്ത ഈ സമയത്ത് പണം അത്യാവശ്യമാണ്. വാങ്ങു മോളെ. ഞാനിത് തിരികെ കൊണ്ടുപോവില്ല, ഇതിവിടെ ഇരിക്കട്ടെ.